ഗൈസ് ഹലോ ഗൈസ് എല്ലാവർക്കും നടക്കോടി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ടാസ്കുകൾ എഴുതായിട്ടിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ടാസ്കുകളാണിത്. ടാസ്ക് ഉണ്ട്, ക്യാഷ് പ്രൈസ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്. ടാസ്ക് കുറച്ചേ ഉള്ളൂ കുട്ടികളായതുകൊണ്ട്. അപ്പം ഓരോന്ന് സെലക്ട് ചെയ്യും, അതെന്താണെന്ന് വെച്ചാൽ ചെയ്യും. അങ്ങനെയാണേ. നമ്മൾ ചലഞ്ചിലേക്ക് കിടക്കുകയാണ്. ആദ്യം ശ്രീകുട്ടിയാണ് എടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യത്തെ ടാസ്ക് എടുക്കുക. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ചലഞ്ച് ചെയ്യുന്നത്. മോൻ്റെ ആഗ്രഹപ്രകാരമാണ് ചെയ്യുന്നത്. എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. കാണിക്ക്. തക്കാളിയാണ് വന്നേക്കുന്നത് ഗൈസ്. തക്കാളി. അബി തക്കാളിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ഗൈസ്. എന്നാലും ഇനി നാരങ്ങയൊക്കെ ഇരിപ്പുണ്ട്, ലിപ്സ്റ്റിക്ക്, പൗഡർ, ഇതൊക്കെ ഇരിപ്പുണ്ട്. കരി, അതൊക്കെ ആർക്കാണ് കിട്ടണേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടാസ്ക് എടുക്കൂ. മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്താണ് പറ. ഓറിയോ. ഓ, ഇവിടെ ഓറിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. കറക്റ്റ് ഓറിയോ തന്നെ കിട്ടിയിട്ടുണ്ട്. അനിയത്തിക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് തക്കാളി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓറിയോ തിന്ന് കഴിഞ്ഞു. ഞാൻ അടുത്ത ടാസ്ക് എടുക്കാനുള്ള സമയമായി. ഓ, അവിടെ കഴിക്കണേ ഉള്ളൂ. അടുത്ത ടാസ്ക് എടുക്കാം. ടാസ്ക് ആണോ പണിയാണോ എന്ന് നോക്കാം. എന്താണ് പറയൂ ശ്രീകുട്ട. അത് മാത്രം കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. 100 രൂപ ക്യാഷ് പ്രൈസ്. ഏതാ 100? അയ്യോ, 100 ഏതൊന്നുമില്ല. അറിഞ്ഞുകൂടാത്ത കുട്ടിക്കാണ് ക്യാഷ് പ്രൈസ് കിട്ടിയത്. ഹാപ്പി. അടുത്ത ആളെടുത്തിട്ടുണ്ട്. രണ്ടുപേരും പറഞ്ഞിച്ച് നോക്കിയെടുത്തെന്നാണ് തോന്നുന്നത്. ഒരാൾ 100 എടുത്തപ്പോൾ ഒരാൾ 20 എടുത്തേക്കുന്നു. അടുത്ത വായിക്കാൻ അറിഞ്ഞുകൂടാത്ത കുട്ടിയാണ് ഗൈസ്. നാരങ്ങ. ഓ, ടാസ്കിനായിരുന്നു ഇവിടെ അത്യാവശ്യമായിട്ടിരുന്നത്. ശ്രീകുട്ടി നാരങ്ങ കണ്ണിലാണ് വീതിയെന്നാണ് തോന്നുന്നത് ഗൈസ്. നാരങ്ങ കഴിക്കാനാണ് പറഞ്ഞത്. ഒരാൾ കണ്ണിലൊക്കെ വീതിയിട്ടിരിക്കുകയാണ്. നാരങ്ങ കഴിച്ചാ? അടുത്ത ആള്. മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ കഴിക്കാം, പാതി വേണമെങ്കിൽ പാതി കഴിക്കാം. അടുത്ത ടാസ്ക് എടുക്കാം. ഫുഡാണോ ടാസ്ക് ആണോ നമുക്ക് നോക്കാം എന്താണ് കിട്ടണേന്ന്. മതി, എടുക്കാം. വായിക്കാൻ അറിഞ്ഞൂടാ കുട്ടിക്ക്. പൗഡറാണ് കിട്ടിയിരിക്കുന്നത് കേസ്. അപ്പോൾ പൗഡർ ഇപ്പം ചേട്ടൻ എടുത്ത് കയ്യിൽ പൗഡർ എടുത്ത് ശ്രീകുട്ടിയുടെ മുഖത്തിട്ട് കൊടുക്കുക. തിരിക്കി വെച്ചിരുന്നേണത്.
ഇല്ലേ ചേട്ടാ ഇല്ല ഉടുപ്പ് എന്റെ ഉടുപ്പിയാണ് അങ്ങനെ ആ ഞാനായിപ്പോയി ഗൈസ്. ഇങ്ങോട്ട് നോക്കട്ടെ ഇങ്ങോട്ട് നോക്കട്ടെ തുടക്കട്ടെ ഇങ്ങോട്ട് നോക്ക്. അവളെ ഇതെടുത്ത് മാറ്റൂ. അടുത്ത ആള് എടുക്കട്ടെ. നീ ലിഫ്റ്റിക്കും കാര്യമൊക്കെ പിറകെ വരാനുണ്ട്, സന്തോഷിക്കണ്ട. ബൗൺസ് ബിസ്ക്കറ്റ്. ഒന്നല്ലേ പക്ഷെ എനിക്കായിരുന്നു പൗഡർ വേണ്ടായിരുന്നു. അപ്പം ബിസ്ക്കറ്റ് തിന്നുന്ന സമയത്തേക്ക് അടുത്ത ആൾ എടുക്കാം. കുട്ടി ഇപ്പൊ സുന്ദരമായിട്ടില്ലേ ഗേസ്? ആപ്പിൾ. ഓക്കെ, ആപ്പിൾ എടുത്തോ. ആപ്പിൾ ആയതുകൊണ്ട് ആള് കഴുകാൻ പോയിട്ടുണ്ട്. മതി മതി, തോട് ചെത്തിയിട്ട് തിന്നാം പിന്നെ. ഓക്കെ, അടുത്ത്. പഞ്ചസാര ലവറിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത്തിരി അറിയാം. എനിക്ക് ഇപ്പം കൂടുതൽ ലിമിപ്പാണ് കിട്ടിയ. I have luck. മാതളം. ഫ്രൂട്ട്സ് എല്ലാവരും ആക്കി തന്നെ. മാതളം നമുക്കത് പിന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. എടുത്തു വെച്ചു. ഓക്കെ, അടുത്ത ആള്. നീ എന്തിനിപ്പ എടുത്ത? ടൈഗർ ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് മുഴുവൻ മോനാണ് കേട്ടോ. എല്ലാ ബിസ്ക്കറ്റും ഞാനാണ് എടുത്തത്. മോൻ ബിസ്ക്കറ്റ് ചലഞ്ച് ചെയ്യാനാണ് ആഗ്രഹിച്ച് ബിസ്ക്കറ്റും എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം എല്ലാ ബിസ്ക്കറ്റും മോനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടണമെന്ന് ആഗ്രഹമുള്ള ആളിനെ തന്നെ ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയില്ല. നീ ഇടണ്ട, അത് വീട്ടിൽ. ഒരു വശം മാത്രം ഇട്ട് കൊടുത്താ. പല്ലിലായോണ്ട് പോയി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇങ്ങോട്ട് സൂം ചെയ്ത് നോക്കാം. തുടച്ചളയണ്ട. അടുത്ത ടാസ്ക്. കരി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഉപ്പ് ഉപ്പ് എന്റെ അത് തിന്ന്. അങ്ങനെ ഉപ്പും പഞ്ചാരയൊക്കെ ഒരാൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. സവാള. അമ്മ ഇങ്ങനെയാണെങ്കിൽ എന്നെ മാങ്ങാച്ചാറ് ഇവിടെ എടുത്തോണ്ട് ഇല്ലടേ ഒന്നെടുത്ത് അടുത്ത് മാറ്റിക്കും. ഇത്തിരി സാധനങ്ങളേ ഉള്ളൂ. ഇനി കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. കരിയുണ്ട്, അച്ചാറുണ്ട്. 2 ഐറ്റം അച്ചാർ ഇരിപ്പുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി. അടുത്തത് എടുക്കൂ. മതിയടേ, എടുക്കടേ. സിംഗ സോങ്. പാട്ട് പാടട്ടപ്പം.
നീലേ പാട്ട് ഉം. മലയാളത്തിലുള്ള ആ ഉം. പാട്ടോടെ പങ്കിളിയേ പങ്കിളിയേ കളിയടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളായി കൂടി ചമയ്ക്കാൻ പോകുന്നു. ഓക്കെ ഓക്കെ അടുത്ത കരി വരച്ചെന്ന് സുന്ദരനാകാൻ പോവുകയാണ് അതിനെ കരി ഒടിക്കരുത്. പുതിയ കുത്താണ് ഇടുന്നത്. ഓ ഞാൻ നോക്കിട്ടോരാ ആ ആ മതി മതി മതി. ലിഫ്റ്റിക്ക് പിന്നീട് ഇടാൻ സമ്മതിച്ചില്ലല്ലോ നീ. ആ ഇങ്ങോട്ട് നോക്കട്ടെ, സുന്ദരനായത് നോക്കട്ടെ. കരിയൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് കരിയ കാണിച്ചാണ്. പക്ഷെ എനിക്കിപ്പോ മാങ്ങാച്ചാർ കിട്ടേണ്ടതാണ്. ആ ഇനി അവൾക്ക് മാങ്ങാച്ചാർ. ആ അടുത്ത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണോ? വൺ മോർ. മാങ്ങ അച്ചാർ ആ മാങ്ങ അച്ചാർ എടുത്തോ. എനിക്കും ഇഷ്ടമുള്ള എടുത്താ പോരെ. ആ ഏതോണം എടുക്കാം. ഇത്തിരി കത്രിക ഇല്ലായിരുന്നു ഗേസ്, കത്രിക എടുക്കാൻ പോയേക്കാണ്. അപ്പോഴത്തേക്ക് ഒരാൾ ഇവിടെ ബിസ്ക്കറ്റ് തന്നെയാണ്. കരിയൊക്കെ വരച്ച് സുന്ദര കുട്ടപ്പനായി. ഞാൻ വിചാരിച്ചു പിരിയത്തൊക്കെ വരച്ചു ഇന്ന് സുന്ദര കുട്ടപ്പനാക്കി പൊട്ടൊക്കെ ഇടുമെന്നാണ് വിചാരിച്ചത്. രണ്ടൊന്നും കുത്തുകളിലാണ് ഒതുക്കി. ഇത് കത്തിക്കാൻ ഗൈസ് പകതി ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. ആ പകതി ഞാൻ ഇവൾക്കും കൊടുക്കാം. ആർക്കാണ് അച്ചാറ് ടാസ്ക് കിട്ടിയത്? അവൾക്ക് അവൾ കഴിച്ചില്ല. കരി എനിക്ക് മാങ്ങ വേണ്ട അച്ചാർ. മാങ്ങ എനിക്ക് അപ്പൊ നമ്മുടെ ചലഞ്ച് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രണ്ടുപേരും നോക്കട്ടെ, സുന്ദരൻ്റെ കായ പൗഡറും ലിപ്സ്റ്റിക്കും ഒക്കെ മാച്ച് കളഞ്ഞു. ആകെ കരി മാത്രമേ ഉള്ളൂ ഇപ്പം. അപ്പൊ നമ്മുടെ വീഡിയോ ആ മതി മതി. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പം നിറക്കൂട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഇനിയൊരു നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നെയിം മീറ്റിംഗ് ചലഞ്ച് ആരുടെയൊക്കെ പേര് ചലഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പേര് കമൻറ്റ് ചെയ്യുക. അവരുടെ പേര് നമ്മൾ നെയിം മീറ്റിംഗ് ചലഞ്ച് നടത്തുന്നതായിരിക്കും. നെയിം മീറ്റിംഗ് ചലഞ്ച് നടത്താനായിട്ട് അബിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് കുറേ നാളുകൊണ്ട്. അപ്പം കമൻറ്റിൽ വരുന്ന പേരുകൾ നമ്മൾ നെയിം മീറ്റിംഗ് ചലഞ്ചിൽ ചെയ്യുന്നതായിരിക്കും. അല്ലേ ഗൈസ്? ഓ കുറച്ചുകൂടെ സുന്ദരനാക്കുകയാണ് ചേട്ടനെ. സുന്ദരനാക്കി മീശ അരച്ചു കൊടുത്താൽ മതിയായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു. ബൈ ബൈ. നെയിം മീറ്റിംഗ് ചലഞ്ചിനായി നിങ്ങളുടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ പേര് കമൻറ്റ് ചെയ്യുക.